അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മുട്ടക്കറിയാണ്, മുട്ട റോസ്റ്റ്. അപ്പോൾ അതിനു വേണ്ടി ഒരു വലിയ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പട്ടയും 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുത്ത് ആ വലിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരുവിധം ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ ഈ മുട്ടക്കറിക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും മുട്ടക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരുവിധം നന്നായി മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ മൂത്ത് കിട്ടുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു 4 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള വഴണ്ട് വരുമ്പോൾ ഒരുവിധം ഒരു അഴകുഴമ്പൻ രീതിയിലാകുന്നത് വരെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ടൊമാറ്റോയും ഒരു 4 പച്ചമുളകും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിരിക്കും. അതിന് ശേഷമാണ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടൊമാറ്റോ ചേർത്ത വശം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോയും നന്നായിട്ട് സവാള വഴണ്ടതുപോലെ തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോഴേക്കും സവാള കുറച്ചുകൂടി വഴണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് വേവിക്കുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല ഒരു അഴകുഴമ്പൻ രീതിയിൽ ഈ കറി ആയിത്തീരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി അത്രയും ചേർക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. മുട്ടക്കറിക്ക് ഒരുപാട് എരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഓരോന്നിൻ്റെ കൂടെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള എരിവ് കാണുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി വീണ്ടും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം അടിക്ക് പിടിക്കുന്നതെന്നോ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയല്ല ഇതെല്ലാം വഴറ്റി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു അല്പം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. വെള്ളം അല്പം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴും നമ്മൾ ഈ പൊടികളെല്ലാം അരച്ച് ചേർത്തതുപോലുള്ളൊരു രീതിയിൽ കിട്ടിയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ തന്നെ നമ്മൾ പൊടികളെല്ലാം അരച്ച് ചേർത്തതുപോലെ കുഴമ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ തന്നെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട്
ഒരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ പൊടി വകകളും കൂടെ ചേർന്ന് ഈ വെള്ളവും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു നമ്മൾ അരച്ചെടുത്ത പോലുള്ള രീതിയിൽ നമുക്ക് ഈ കറി കിട്ടിയിരിക്കും. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഈ പൊടികളെല്ലാം ചേർന്ന് ഈ കറിയെല്ലാം നല്ല രീതിയിൽ കിട്ടിയിരിക്കും. ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അടപ്പൊക്കെ മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി. ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നമ്മളിതിൽ ചേർക്കുന്നത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട പറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുട്ട റോസ്റ്റ് വെച്ചാൽ നമുക്ക് ഇഫ്താർ സമയങ്ങളിലൊക്കെ അപ്പവും ഇടിയപ്പവും അരിറൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. കാശ്മീരി ചില്ലി പൊടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും കളർ തോന്നുന്നത്. എരിവ് കുറവായി ആണ് ഈ കറിക്ക്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട കറിവേപ്പിലയൊക്കെ ഇതിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ട വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ മുട്ട പറക്കി ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ തോടൊക്കെ പൊട്ടിപ്പോകാനും അത് പൊട്ടിച്ചിതറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിങ്ങനെ മുട്ട പുഴുങ്ങുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.